ഡെത്ത് കറന്റ്. അധ്യായം 10. ഭാരി തുഴയെടുത്ത് കരയിലേക്ക് ആഞ്ഞു തുഴഞ്ഞു. പക്ഷേ ചങ്ങാടത്തിൻ്റെ നീക്കത്തേക്കാൾ വേഗതയിലായിരുന്നു ബ്ലാക്ക് ഡീമൻ്റെ നീന്തൽ. അവൻ ഏകദേശം 50 വാരയോളം അടുത്തെത്തി. ചങ്ങാടത്തിൽ തുഴഞ്ഞു നീങ്ങിയാൽ പിടിക്കപ്പെടുമെന്ന് തോന്നിയ ഭാരി കടലിലേക്ക് ചാടി നീന്താൻ തുടങ്ങി. ഭാരി, വേഗം വേഗം! കരയിൽ നിന്നവർ പരിഭ്രാന്തിയോടെ വിളിച്ചു കൂവി. ബ്ലാക്ക് ഡീമണും ഭാര്യയും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഭാര്യ പ്രാണഭീതിയോടെ കൈകളെറിഞ്ഞു കാലുകളൊന്നും ആഞ്ഞാഞ്ഞ് തുഴഞ്ഞുകൊണ്ടിരുന്ന കരക്കെടുക്കാൻ 50 വാര ദൂരമുള്ളപ്പോൾ അവൻ ഭാര്യയെ പിടികൂടി. ഒരു കൈയിൽ ഭാര്യയെ വെള്ളത്തിന് മീതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ കുറച്ചു ദൂരം തിരിച്ചു തുഴഞ്ഞു. കരയിൽ നിൽക്കുന്നവർക്ക് ഭാര്യയുടെ പിടച്ചിൽ കാണാമായിരുന്നു. ബ്ലാക്ക് ഡീമൻ പെടുന്നനെ ഭാര്യയെ വെള്ളത്തിലേക്ക് താഴ്ത്തി. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. അവൻ പാറക്കെട്ടുകൾക്ക് നേരെ നീന്തിക്കൊണ്ടിരുന്നു. അതിന് ചുവട്ടിലെത്തിയ ശേഷം അവൻ ഭാര്യയെ വെള്ളത്തിൽ നിന്നും വലിച്ചു കയറ്റി പാറയുടെ മുകളിലേക്കിട്ടു. അവനും പാറ മുകളിലേക്ക് വലിഞ്ഞു കയറി. ഭാര്യ മരിച്ചോ ഇല്ലയോ എന്ന് കരയിൽ നിന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബ്ലാക്ക് ഡീമൻ എഴുന്നേറ്റ് നിന്ന് ഭാര്യയുടെ ഒരു കാൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ കാലിൽ പിടിച്ചു വലിച്ച് ആ ശരീരം രണ്ടായി പിളർക്കുന്നത് കണ്ടു. ആ രംഗം കാണാൻ കഴിയാതെ കരോളും ജൂനിയനും ടെൻറ്റിലേക്ക് തിരിഞ്ഞോടി. അർണോൾഡും വിൽബർട്ടും അവർക്ക് പിമ്പെ നടന്നുപോയി. അല്പനിമിഷങ്ങൾക്ക് ശേഷം ഷാൻപിയറും ക്രഫോർഡും തിരിച്ചു പോന്നു. ക്രിസ്റ്റഫർ കടൽക്കരയിൽ തന്നെ നിന്നു. ബ്ലാക്ക് ഡീമൻ്റെ അത്താഴഭോജനം അവസാനിക്കും വരെ അയാളങ്ങനെ നോക്കി നിന്നു. ഒടുവിൽ ഭാര്യയുടെ ശരീരത്തിൻ്റെ അവശേഷിച്ച പിളർപ്പുകളുമായി അവൻ കടലിലേക്ക് ചാടി. ചതുപ്പിൻ്റെ ദിശയിലേക്ക് നീന്തിപ്പോകുന്നതുവരെ ക്രിസ്റ്റഫർ കടൽക്കരയിലുണ്ടായിരുന്നു. ഭാര്യ യാത്ര പുറപ്പെട്ട ചങ്ങാടം അപ്പോഴും തിരകളിൽപ്പെട്ട് ചാഞ്ചാടിക്കൊണ്ടിരുന്നു. ക്രിസ്റ്റഫർ ടെൻറ്റിൽ വന്നപ്പോൾ എല്ലാവരും മൂകരായിരിക്കുകയാണ്. ദുഃഖിക്കാനൊന്നുമില്ല, ക്രിസ്റ്റഫർ പറഞ്ഞു. അയാൾ കടലിൽ മുങ്ങിച്ചാവുമെന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. ബ്ലാക്ക് ഡീമിൻ്റെ കയ്യിൽപ്പെട്ടത് നമ്മുടെ ഭാഗ്യം. അടുത്ത ആക്രമണം കുറെ കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. ഷാൻപിയർ കുറ്റപ്പെടുത്തും വിധം അയാളെ ഒന്ന് നോക്കി. നീരസം വിചാരിക്കണ്ട. ഇന്ന് രാത്രി ബ്ലാക്ക് ഡീമൺ വന്ന് നമ്മളിൽ ആരെയെങ്കിലും പിടികൂടുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? മറുപടിയില്ല. ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും സത്യം അതാണ്. ഞാൻ തുറന്നു പറയുന്നു. എനിക്ക് പകരം ഭാര്യ കൊല്ലപ്പെടുന്നതാണ് എനിക്കിഷ്ടം. നമ്മളിൽ ആർക്കോ വീഴേണ്ടിയിരുന്ന ഞർക്ക് ഭാര്യ ഏറ്റെടുത്തുകൊണ്ട് നാം കുറെ കൂടി ആയുസ് നീട്ടിയെടുത്തിരിക്കുന്നു. ക്രിസ്റ്റഫർ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത്തവണ എനിക്ക് നഷ്ടം സംഭവിച്ചു. അയാളുടെ മദ്യവും സിഗരറ്റും അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും വെറുതെ കടലിൽ കളഞ്ഞല്ലോ. അതിലെനിക്ക് ദുഃഖമുണ്ട്. അല്പം മുമ്പ് കടൽ തീരത്ത് വെച്ച് നടന്ന വിടപറയൽ ചടങ്ങിനെക്കുറിച്ചും അതിനുശേഷമുണ്ടായ ദുരന്തത്തെക്കുറിച്ചും ഓർത്തിട്ട് ഓരോരുത്തരും ഉറങ്ങാൻ കിടന്നു. 13 പേരിൽ ശേഷിക്കുന്നത് 7 പേർ. അടുത്ത ദിവസം വേട്ടയ്ക്ക് പോയ ക്രഫോർഡും ക്രിസ്റ്റഫറും ഷാൻപിയറും ഭാര്യ യാത്ര പോയ ചങ്ങാടം കപ്പലുകൂടെ ശ്മശാനത്തിൽ അടിഞ്ഞു കിടക്കുന്നതായി കണ്ടു. ക്രിസ്റ്റഫറിന് അത് കണ്ടപ്പോൾ സന്തോഷമായി. അയാൾ ചങ്ങാടത്തിനരികിൽ ചെന്ന് നോക്കി. സാധനങ്ങൾ കുറേയൊക്കെ ഒലിച്ചു വരുന്നു. സിഗരറ്റും മദ്യവും അതിൽ തന്നെയുണ്ട്. മരിച്ചവരുടെ പങ്ക് എല്ലായ്പ്പോഴും എനിക്കുള്ളത് തന്നെ. അയാൾ മദ്യവും സിഗരറ്റും എടുത്തു. ചങ്ങാടത്തിനുള്ളിലുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കുന്നത് വിഡിത്തമാണെന്ന് തോന്നിയതിനാൽ മൂവരും ചേർന്ന് അതെല്ലാം ചുമന്ന് ടെൻറ്റിലെത്തിച്ചു. പുരുഷന്മാരുടെ കൈവശമുണ്ടായിരുന്ന മദ്യത്തിൻ്റെ സ്റ്റോക്ക് ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിരുന്നു. പെൺകുട്ടികളുടെ പങ്കിൽ കുറേ ബാക്കിയുണ്ട്. കരോളിൻ്റെ പങ്കിൽ നിന്നും കുറേ ഷാൻപിയർക്ക് കിട്ടി. ജൂലിയൻ തനിക്കുള്ളത് മുഴുവൻ ക്രഫോർഡിന് നൽകി. ഇനി കുറേ ദിവസത്തേക്ക് അവൻ്റെ ആക്രമണം പ്രതീക്ഷിക്കേണ്ട, ക്രഫോർഡ് പറഞ്ഞു. അടുത്ത ആക്രമണത്തിന് മുമ്പ് നമുക്ക് താമസിക്കാൻ കുറേ കൂടി സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തണം. അത്ര പെട്ടെന്ന് അവനെ ആക്രമിക്കാൻ കഴിയാത്ത സ്ഥലമായിരിക്കണം അത്. എന്നു മാത്രമല്ല, നമുക്ക് ഫലപ്രദമായ ചെറുത്തു നിൽക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കണം. അടുത്ത ദിവസം മുതൽ അവർ പുതിയ താവളത്തിനു വേണ്ടി ദ്വീപിനെങ്ങും തെരച്ചിൽ തുടങ്ങി. 5 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷം അവർ രാത്രി താവളമടിക്കാൻ കഷ്ടിച്ചുപയോഗിക്കാവുന്ന ഒരു സ്ഥലം കണ്ടെത്തി.
പക്ഷെ ഒരു ന്യൂനത. ബ്ലാക്ക് ഡയമണ്ട് ഗുഹയുടെ മുമ്പിലുള്ള ചെളിത്തടാകത്തിൽ നിന്നും ഏകദേശം 200 വാര ദൂരമേ ആ സ്ഥലത്തേക്കുള്ളൂ. ഗുഹയുടെ മുമ്പിൽ നിന്ന് നോക്കിയാൽ പോലും അവനെ നമ്മളെ കാണാം. സമയവും സൗകര്യവും സന്ദർഭവും നോക്കി നമ്മളെ ആക്രമിക്കാൻ അവന് എളുപ്പമായിരിക്കും. എവിടെ എത്താൻ അവന് 4 ചാട്ടം മതിയല്ലോ. ആ സ്ഥലം സുരക്ഷിതമല്ല. അർണോൾഡ് പറഞ്ഞു. ചെളിക്കായൽ നിക്കരെ കടക്കണം നമ്മളെ കാണണമെങ്കിൽ. അവൻ്റെ നീക്കങ്ങൾ നമുക്ക് കാലേക്കൂട്ടി അറിയാനും വേണ്ടത്ര കരുതലെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഒരു നോട്ടം. ദൂരം കുറഞ്ഞാലും കൂടിയാലും നമ്മളെ ആക്രമിക്കാൻ അവനതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ പിന്നെ ചതുപ്പിനടുത്താണെന്നുള്ളത് ഒരു ന്യൂനതയല്ലേ? ഷാൻപിയർ പ്രതിവദിച്ചു. ക്രഫോർഡ് ഷാൻപിയറെ അനുകൂലിച്ച് പറയാൻ തുടങ്ങി. 30 അടിയോളം ഉയരം വരുന്ന കുത്തനെയുള്ള 2 പാറകൾക്കിടയിലാണ് നമ്മുടെ പുതിയ സങ്കേതം. നിങ്ങളത് വിശദമായി കണ്ടതാണല്ലോ. പാറയിലൂടെ പിടിച്ചു കയറാൻ അവനത്ര എളുപ്പമല്ല. സങ്കേതത്തിലേക്ക് പ്രവേശിക്കാൻ 2 മാർഗങ്ങളേ ഉള്ളൂ. അതിലൊരു മാർഗം ടൺ കണക്കിന് ഭാരം വരുന്ന ഒരു കല്ല് വീണ് അടഞ്ഞിരിക്കുകയാണ്. അത് വലിച്ചു മാറ്റാനുള്ള ശക്തി തീർച്ചയായും അവനുണ്ടായില്ല. 2 പാറകളുടെയും ഇടയ്ക്കുള്ള ഇടുങ്ങിയ മാർഗമാണത്. അവൻ അതിലൂടെ പെട്ടെന്ന് കടന്നു വരാതെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് സാധിക്കും. അവൻ തടസ്സങ്ങൾ നീക്കി അടുത്തു വരുമ്പോഴേക്കും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കവനെ വെടിവെച്ചിടാനും സാധിക്കും. അവൻ ഏത് ഭാഗത്തുകൂടെ വന്നാലും പാറപ്പുറത്തിരിക്കുന്നവർക്ക് ഇരുന്ന് 100 വാര അകലെ തന്നെ അവനെ കാണാൻ കഴിയുമെന്നുള്ളത് അത്ര നിസ്സാരമല്ല. ഒരു മിന്നൽ ആക്രമണം നടത്താൻ അവന് സാധ്യമല്ല. അവസാനം എല്ലാവരും ആ പദ്ധതി അംഗീകരിച്ചു. വള്ളിപ്പടർപ്പുകളും മുള്ളുകളും കൊണ്ട് മൂടിക്കിടന്ന പാറകളിൽ നിന്നും അവർ വെട്ടിയെരിഞ്ഞു മാറ്റി പരിസരം വൃത്തിയാക്കിയിട്ടു. സമീപത്തെ മുൾക്കാടുകളും വെട്ടിത്തെളിച്ചു. അടുത്ത ദിവസം ടെൻറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലി ആരംഭിച്ചു. പാറകളുടെ ചുവട്ടിൽ തന്നെ ടെൻറ്റുകൾ അടച്ചു. പാറക്കെട്ടിന് മുകളിൽ രാത്രി കഴിയാനുള്ള സൗകര്യങ്ങളും പൂർത്തിയാക്കി. അടുത്ത ദിവസം പാറ മുകളിലേക്കുള്ള ഇടുങ്ങിയ മാർഗത്തിലേക്ക് ബ്ലാക്ക് ഡീമൺ കടന്നു വന്നാൽ അവന് മാർഗ തടസ്സം സൃഷ്ടിക്കുവാനുള്ള സാധന സാമഗ്രികൾ സംഭരിച്ചു വെച്ചു. അവിടെ താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ സുരക്ഷിത ബോധം അനുഭവപ്പെട്ടു തുടങ്ങി. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നമുക്കവനെ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, അർണോൾഡ് പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ രാത്രിയിലും 2 പേർ വീതം മാറി മാറി കാവലിരിക്കണമെന്ന വ്യവസ്ഥ കൃത്യമായി പാലിച്ചിരിക്കുന്നു. സംഘത്തിന് ആവശ്യമായ ആഹാരമുണ്ടാക്കേണ്ട ചുമതല ക്രഫോർഡും ഷാൻപിയറും കൂടി ഏറ്റെടുത്തു. മീൻപിടുത്തമാണ് അവർ മുഖ്യമായും ആശ്രയിച്ചത്. കാട്ടിൽ വേട്ടയ്ക്കിറങ്ങാൻ വെടിത്തിരകളില്ല. കുറച്ചുള്ളത് ബ്ലാക്ക് ടീമിനെ നേരിടാൻ വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അർണോൾഡും വിൽബർട്ടും കാവലിരുന്ന രാത്രിയിൽ അപായ സൂചനയുണ്ടായി. ചെളിക്കായലിനക്കരെ പച്ചക്കണ്ണുകളുള്ള ജ്വലനം കാണാനായി. അപകട സൂചന കിട്ടിയതിനെ തുടർന്ന് എല്ലാവരും ഉണർന്നെണീറ്റു. പാറമുകളിലുള്ള ഇടുങ്ങിയ മാർഗം അടയ്ക്കാനുള്ള പണികൾ ധൃതി പിടിച്ചു ചെയ്തു തുടങ്ങി. ഇരുട്ടിലൂടെയുള്ള പച്ചക്കണ്ണുകൾ നീന്തി അടുത്തുകൊണ്ടിരിക്കുന്നു. അധ്യായം 26. ക്രഫോർഡും ഷാൻപിയറും തോക്കെടുത്ത് ലക്ഷ്യം പിടിച്ചു. ആദ്യത്തെ വെടി പാഴായി പോകരുതെന്ന് അവർ പരസ്പരം നിഷ്കർഷിച്ചു. ബ്ലാക്ക് ഡീമൺ കരുതലോടെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നി. അറച്ചും സംശയിച്ചും ഇടയ്ക്കിടെ നിന്നു. സൂക്ഷ്മതയോടെയാണ് അവൻ നീങ്ങുന്നത്. ആ നശിച്ച ലോഹപ്പണി ഇത്തവണയും അവൻ്റെ കയ്യിലുണ്ട്, ക്രഫോർഡ് പിറുപിറുത്തു. ആ ലോഹത്തകട് കൊണ്ട് അവൻ കൂടെ കൂടെ തൻ്റെ ഉടലും തലയും മറച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. പച്ചക്കണ്ണുകൾ ഒരു മിന്നായം പോലെ മറഞ്ഞു കളയുന്നു. അവൻ വെടിപ്പാട്ടിലെത്തിയെങ്കിലും ലോഹപ്പാളിയുടെ മറ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. ക്രിസ്റ്റഫർ അവൻ നിൽക്കുന്നിടത്തേക്ക് ടോർച്ച് തെളിച്ചു. അവനൊന്ന് പരിങ്ങിത്താണ്, പിന്നെ നനച്ചിരിക്കാതെ വേഗതയിൽ പാറക്കെട്ടുകളിലേക്ക് ചുവട്ടിലേക്ക് ചാടി. ഇപ്പോൾ പാറക്കെട്ടിന് മുകളിലിരിക്കുന്നവർക്ക് അവനെ കാണാൻ പറ്റില്ല. ഷാൻപിയറും ക്രഫോർഡും മുകളിൽ നിന്നും എഴുന്നേറ്റ് ജാഗ്രതയോടെ തോക്കിൻ്റെ ലക്ഷ്യം ചുറ്റും തിരിച്ചു നോക്കി. എങ്ങും നിശബ്ദത, ഒരനക്കം പോലുമില്ല. ശവം ചീഞ്ഞുനാറിയ ഗന്ധം വായുവിൽ ലയിച്ചു നിൽക്കുന്നു. അവൻ പാറക്കെട്ടിന് ചുവട്ടിൽ പതുങ്ങിയിരിക്കുകയാണ്. ജാഗ്രത, ഷാൻപിയർ മുന്നറിയിപ്പ് നൽകി. മറ്റു സംഘങ്ങൾ ഭയന്നു വിറച്ചു. ഷെൽട്ടറിൽ ചുരുണ്ടുകൂടി മരണത്തിൻ്റെ തണുത്ത കാറ്റ് അവരുടെ ചേതനയിലേക്ക് വീശിയെത്തി. തലച്ചോറിനുള്ളിൽ മൃതിയുടെ ചൂളം. പെട്ടെന്ന് വായുവിൽ അതിശക്തമായ എന്തോ വീശിപ്പായതുപോലെ ഒരു മൂളലും സിൽക്കാരോ, ഒപ്പം ക്രിസ്റ്റഫറിൻ്റെ അമറൽ. അയാൾ ഷെൽട്ടറിലേക്ക് മറിഞ്ഞു വീണു. പെട്ടെന്ന് തന്നെ പിടഞ്ഞെണീക്കുകയും ചെയ്തു. ബ്ലാക്ക് ഡീമൺ ലോഹപ്പാളി ഉയർത്തി ആഞ്ഞു വീശിയപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ തോളിൻ്റെ അറ്റത്ത് ഒരുഗ്രം അരസിപ്പോയതാണ്.
വീഴാൻ കാരണം. അവൻ വീണ്ടും ഉയർത്തി വീശിയപ്പോൾ ഷാൻപിയറും ക്രഫോർഡും പാറമേൽ പതിഞ്ഞു കിടന്നു. ക്രിസ്റ്റഫറിൻ്റെ തോൾ ചതഞ്ഞു. അവിടെ മുറിഞ്ഞ് ചോര വാർന്നൊലിക്കുന്നു. ബ്ലാക്ക് ഡീമൺ ഷെൽട്ടറിനുള്ള പ്രവേശന കവാടത്തിന് മുന്നിലെത്തി. ലോഹത്തവിടെ പരിച പോലെ നീട്ടി അവൻ വെടിയുണ്ടകളെ തടയാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഷെൽട്ടറിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി പാറക്കെട്ടുകൾക്കിടയിൽ കൂട്ടിയിരിക്കുന്ന തടികളും കല്ലുകളും മറ്റും അവൻ ഒരു കൈകൊണ്ട് നീക്കം ചെയ്യാൻ തുടങ്ങി. ഇനി നോക്കിയിരിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി ഷാൻപിയർ വെടിവെച്ചു. വെടിവെച്ച കേട്ടപ്പോൾ അവൻ നടുങ്ങി പിന്നോട്ട് ചാടി. തുടർന്ന് ക്രഫോർഡ് നിറയിച്ചു. ബ്ലാക്ക് ഡീമൻ മുന്നോട്ട് ഒരിഞ്ച് കയറാൻ പോലും പഴുതു കൊടുക്കാത്ത വിധം തോക്കുകൾ അവൻ്റെ നേർക്ക് ഗർജിച്ചുകൊണ്ടിരുന്നു. അവൻ സാവധാനം പിന്നാക്കം നീങ്ങി. ഭയാനകമായ മുരൾച്ച കാടിനെ വിറപ്പിച്ചു. ഷാൻപിയർ ഇതിനിടെ അവൻ്റെ കാലുകളിലേക്ക് ലക്ഷ്യം പിടിച്ചു നിറയിച്ചു. 1-2 ബുള്ളറ്റ് തറച്ചിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നി. കാട് നടുങ്ങും വിധം അലറിക്കൊണ്ട് അവൻ 4-5 തവണ മേലോട്ട് കുതിച്ചു ചാടി. പിന്നെ പുറംതിരിഞ്ഞ് അതിവേഗം ചതുപ്പിലടുത്തേക്ക് പാഞ്ഞു. അതിനിടയിൽ ക്രഫോർഡിൻ്റെ തോക്കിൽ നിന്നും വെടിയുണ്ട മുതുകിലേറ്റ് അവൻ മറഞ്ഞു. തറയിൽ കൈകാലുകളിട്ടടിച്ച് പിടച്ചുകൊണ്ട് അവൻ ഉടനെ ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. ഭയങ്കരമായ ശബ്ദം മുഴക്കി അവൻ ചതുപ്പിലെ പാറക്കെട്ടുകളിലൂടെ ചാടി മറഞ്ഞു. മറുകരയിലുള്ള പാറക്കെട്ടിലെത്തി ഷാൻപിയറും ക്രഫോർഡും ഷെൽട്ടറിന് മുകളിൽ ചാടിയിറങ്ങി. ചതുപ്പിനരികിലേക്ക് ഓടി. ടോർച്ച് തെളിച്ചു കൊണ്ടുവന്ന പിന്നാലെ ക്രിസ്റ്റഫറും. വലിയ കാൽപ്പാടുകൾക്ക് ചുവട്ടിൽ രക്തപ്പാടുകൾ തെളിഞ്ഞു കിടക്കുന്നു. അവന് മുറിവേറ്റിട്ടുണ്ട്. അക്കരയ്ക്ക് കടന്ന് ഒരാക്രമണം കൂടി നടത്തിയാലോ? ക്രഫോർഡ് ആവേശത്തോടെ ഷാൻപിയറെ നോക്കി. അത് അപകടമാണ്. അവന് കൊലക്കലി ഇളകിയിരിക്കുകയാണ്. തൽക്കാലം നമ്മൾ പിന്മാറുന്നതാണ് ബുദ്ധി. മൂവരും ഷെൽട്ടറിലേക്ക് തിരിച്ചുപോയി. ചതുപ്പിനക്കരെ ഗുഹാമുഖത്തു നിന്നും അലർച്ചകളും ഞരക്കങ്ങളും രാത്രി മുഴുവൻ പുറപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ചാവുകയാണെന്ന് തോന്നുന്നു. അർണോൾഡ് സന്തോഷത്തോടെ മന്ത്രിച്ചു. ചാവുകയല്ല, പക്ഷെ ശരിക്കും മുറിവേറ്റിട്ടുണ്ട്, ക്രഫോർഡ് പറഞ്ഞു. ആരും ഉറങ്ങുന്നില്ല. ഷെൽട്ടറിൻ്റെ വെളിച്ചമണിഞ്ഞു. നീണ്ട നെടുവീർപ്പുകൾ. കരോളിൽ ഏതാനും വിറകു കഷ്ണങ്ങൾ കൂട്ടി പാറപ്പുറത്ത് തീയിട്ടു. അതിനടുത്ത് അവൾ തനിയെ തീ കാഞ്ഞിരുന്നു. വനാന്തരങ്ങൾ നിബിന്ദാന്തകാരം. ആകാശം വസന്തകാലത്തെ പോലെ തെളിഞ്ഞു കാണപ്പെട്ടു. നക്ഷത്രങ്ങൾ അപൂർവമായ തിളക്കം. സാൻ ഫ്രാൻസിസ്കോവിൽ തൻ്റെ വീടിന് മുമ്പിലെ തോട്ടത്തിൽ നിലാവ് പെയ്യുന്ന രാത്രികളിൽ തനിയെ വന്നിരിക്കാറുള്ളത് കരോൾ ഓർമ്മിച്ചു. നല്ല തണുപ്പുണ്ടാവും. ബദാം മരങ്ങളുടെ ചില്ലകളിൽ ഇലകളിൽ നിലാരശ്മികൾ പതിക്കും. രാപ്പക്ഷികളുടെ നിദാനമുണ്ടാകും. മരങ്ങൾക്കിടയിലെ പ്രഭവിതുറന്ന ചന്ദ്രക്കല കാണാനാവും. ഇതും അതുപോലൊരു രാത്രി തന്നെ. പക്ഷേ ഷാൻപിയർ കരോളിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് തീവെളിച്ചം പ്രതിഫലിക്കുന്നെന്നുള്ളത് തോന്നി. അവൾ എന്തൊക്കെയോ ഓർക്കുകയാണെന്ന് മനസ്സിലായി. വിറകു കഷ്ണങ്ങൾ പെറുക്കിയിട്ടുകൊണ്ടുള്ള ഇരിപ്പ്. അവളുടെ മുഖത്ത് ഉല്ലാസമുണ്ട്, സന്തോഷവും പ്രതീക്ഷയുമുണ്ട്, നന്മയും സ്നേഹമുണ്ട്. തീ മങ്ങുമ്പോൾ അതെല്ലാം മായുന്ന പോലെ, തീയാളുമ്പോൾ അതെല്ലാം ഇരട്ടിക്കുന്നത് പോലെ. തീ വെളിച്ചത്തിൽ ഓരോരുത്തരുടെയും കണ്ണുകൾ മാത്രം തിളങ്ങിക്കാണാം. കരോൾ പതുക്കെ ഒരു പാട്ട് മൂടിക്കൊണ്ടിരുന്നു. അർണോൾഡ് എഴുന്നേറ്റ് ചെന്ന് അവൾക്ക് അഭിമുഖമായി തീ കായാനിരുന്നു. പുറകെ വിൽബട്ടും ചെന്നു. തിന്മകളുടെ ദുഷ്ടസൈന്യത്തെ പരാജയപ്പെടുത്തി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വന്ന ജേതാവിനെ വാഴ്ത്തുന്ന പ്രശസ്തമായ ഗാനമാണ് അവൾ മൂളിക്കൊണ്ടിരിക്കുന്നത്. വിൽബട്ട് അവളോടൊപ്പം പാടാൻ ചേർന്നു. അവൾ വിൽബട്ടിനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ ഇരുവരും ഒന്നിച്ച് 4 വരി പാടി. അപ്പോഴേക്കും അർണോൾഡും കൂടെ ചേർന്നു. മെല്ലെ കൈയടിച്ച് ശിരസും മന്ദമായി ചലിപ്പിച്ച് ചിരിച്ചും ആവേശം കൊണ്ടും പാട്ട് തുറന്നു. ക്രഫോർഡും ജൂലിയനും തീക്കരിയിൽ വന്നിരുന്ന് അവരോടൊപ്പം കൂടി. അവസാനം ഷാൻപിയറും ക്രിസ്റ്റഫറും മാത്രം തൻ്റെ സ്ഥാനത്ത് അനങ്ങാതെ കിടന്നു. എങ്കിലും തൻ്റെ മനസ്സിനെ അയാൾ അവർക്കിടയിൽ തുറന്നുവിട്ടിരുന്നു. സ്വയം മറന്ന് വീണ്ടും വീണ്ടും ആവേശത്തോടെ, ഉത്സാഹത്തോടെ, ആനന്ദത്തോടെ അവർ ആ ഗാനം തുറന്നുപോയി. വിജയത്തിൻ്റെ സംഘഗാനം, സ്നേഹത്തിൻ്റെ സംഘഗാനം, ഐക്യത്തിൻ്റെ സംഘഗാനം. അധ്യായം 27. പിറ്റേന്ന് പ്രഭാതത്തിൽ ക്രഫോർഡും ഷാൻപിയറും അർണോൾഡും കൂടി പരിശോധനയ്ക്കിറങ്ങി. ചതുപ്പിനക്കരെ ചെന്ന് പരിശോധിക്കാം, ഷാൻപിയർ അഭിപ്രായപ്പെട്ടു. പകൽ സമയമായത് അവൻ ഒതുങ്ങിക്കിടക്കുകയായിരിക്കും. പക്ഷെ ചതുപ്പിനക്കരെ കയറുമ്പോൾ വളരെ സൂക്ഷിക്കണം. മുറിവേറ്റ ശത്രുവിൻ്റെ പകയും വീര്യവും കൂടും, ക്രഫോർഡ് പറഞ്ഞു. അപ്പോഴേക്കും ജൂലിയനും കരോളും വിൽബട്ടും ചതുപ്പിൻ്റെ കരയിലേക്ക് വന്നു. ക്രഫോർഡിൻ്റെ വെടിവിൻ്റെയാണ് അവൻ വീഴ്ത്തിയതെന്ന് സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയും ജൂലിയൻ കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു. ഷാൻപിയറും ക്രഫോർഡും ക്രിസ്റ്റഫറും ചതുപ്പിനക്കരെ പോകാൻ ഒരുങ്ങി. വളരെ സൂക്ഷ്മതയോടെ പാറക്കെട്ടുകളിലൂടെ ചുവടി അവൻ അക്കരയ്ക്ക് നീങ്ങി.
ഷാൻപിയറും സംഘവും ഏത് നിമിഷവും വെടിപൊട്ടിക്കാനുള്ള ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടി പാറക്കെട്ടുകൾക്കിടയിലുള്ള ഗുഹാകവാടത്തിലെത്തി. അസ്ഥികൂമ്പാരങ്ങളുടെ പിന്നിൽ നിന്നും അവർ ഗുഹയിലേക്ക് എത്തി നോക്കി. ഒന്നും കാണാനില്ല. ക്രിസ്റ്റഫർ പാറയുടെ മുകളിൽ നിന്നും ഇറങ്ങി വന്നു. എന്നാലും ഇവിടം വരെ വന്ന നിലയ്ക്ക് ഒന്ന് കയറാതെ പോകുന്നത് ശരിയല്ല. അവനെന്ത് വിചാരിക്കും? ഇന്നലെ രാത്രി മുഴുവൻ അലറി വിളിച്ച് ക്ഷണിച്ചതല്ലേ. ക്രിസ്റ്റഫർ ഷാൻപിയറിൻ്റെ കയ്യിലിരുന്ന പിസ്റ്റൾ വാങ്ങി. അതിൽ നിറപരിശോധിച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും പെൻ ടോർച്ചെടുത്ത് തെളിച്ചുകൊണ്ട് ഇരുട്ട് നിറഞ്ഞ ഗുഹയിലേക്ക് കയറി. ക്രിസ്റ്റഫർ, അരുതരുത്, ഷാൻപിയർ വിളിച്ചു പറഞ്ഞു. ക്രിസ്റ്റഫർ തിരിഞ്ഞു നോക്കിയില്ല. അയാളൊരു തമാശ കാണിക്കാൻ പോവുകയാണെന്ന് ഷാൻപിയർ ധരിപ്പിച്ചത്. നേരെ ചെകുത്താൻ്റെ ഗുഹയിലേക്ക് ചെന്നു. വായിൽ തലവെച്ച് കൊടുക്കാൻ മാത്രം ഭ്രാന്ത് അയാൾക്കുണ്ടെന്ന് കരുതിയില്ല. ഷാൻപിയറെ അയാളെ തടയാനായി ഗുഹാകവാടത്തിലേക്ക് കയറി ചെന്നു. ഏതാനും വരെ ഉള്ളിലായി ടോർച്ചിൻ്റെ വെളിച്ചം മിന്നിമറിയുന്നത് കണ്ടു. ക്രിസ്റ്റഫർ, ക്രിസ്റ്റഫർ, ഷാൻപിയർ വിളറി കാണപ്പെട്ടു. അയാൾ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ക്രഫോർഡ് കയ്യിലിരുന്ന ടോർച്ച് എറിഞ്ഞു കൊടുത്തു. അധികം ഉള്ളിലേക്ക് പോകണ്ട, അയാൾ മുന്നറിയിപ്പ് തന്നു. കുഴിഞ്ഞും മുഴച്ചും കാണപ്പെട്ട വഴുവഴുത്ത പാറയിലൂടെ ഷാൻപിയർ 30 വാരയോളം ഉള്ളിലേക്ക് പോയി. 10 അടിയോളം ഉയരമുള്ള ഗുഹയുടെ മേൽത്തട്ടിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുണ്ട്. കടൽ ചാണ്ടിയും പായലും നിറഞ്ഞ തറ, പലയിടത്തും മങ്ങിയ രക്തപ്പാടുകൾ. ക്രിസ്റ്റഫർ, തിരിച്ചു വരൂ, തിരിച്ചു വരൂ! ശബ്ദത്തിന് ഭയാനകമായ മുഴക്കം. ഗുഹ രണ്ടായി പിളരുന്ന ഭാഗത്ത് ഷാൻപിയർ സംശയിച്ചു നിന്നു. അവിടുന്ന് അങ്ങോട്ട് 2 ഗുഹകളിലൂടെ. ഏതിലൂടെയാണ് ക്രിസ്റ്റഫർ കയറിപ്പോയതെന്നറിയില്ല. എവിടെ നിന്നും അയാൾ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു. എങ്ങു നിന്നും ഒരു മറുപടിയുമില്ല. ചൂളം കുത്താൻ പോലും ഭയാനകമായ നിശബ്ദത. ക്രിസ്റ്റഫറിന് നഷ്ടപ്പെട്ടു എന്ന ബോധം അയാളെ വല്ലാതെ ഭയപ്പെടുത്തി, ദുഃഖിതനുമാക്കി. കുറേ സമയം മരച്ചുവട്ടിൽ നിന്നും വെളിയിൽ നിന്നും ക്രഫോർഡ് വിളിയച്ച കേട്ടപ്പോൾ അയാൾ തിരിച്ചു നടന്നു ഗുഹാമുഖത്തെത്തി. കണ്ടോ? ക്രഫോർഡ് ചോദിച്ചു. ഇല്ല, ഒരു സൂചനയുമില്ല. ഗുഹ 2ആയി പിരിയുന്നിടം വരെ ഞാൻ പോയി. ക്രഫോർഡിൻ്റെ മുഖത്ത് വിളർച്ചയും വല്ലായ്മയും ബാധിച്ചു. 2 പേരും മൗനമായി ഒട്ടുനേരം നിന്നു. ഇനി നമുക്ക് തിരിച്ചു പോകാം, അതാണ് നന്ന്. ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും, അല്ലെങ്കിൽ കാത്തുനിന്നിട്ട് കാര്യമില്ല. ക്രഫോർഡ് ചതുപ്പിനുള്ള പാറമേൽ കടന്നു നിന്ന് ഷാൻപിയർ ദുഃഖത്തോടെ അയാളെ പിന്തുടർന്നു. അക്കരെ സംഘാംഗങ്ങൾ ഉത്കണ്ഠരായി കാത്തു നിൽക്കുന്നു. ക്രഫോർഡും ഷാൻപിയറും മറുകരയിലെത്തി. അവൻ ചത്തോ? ബ്ലാക്ക് ഡീമൺ ജൂലിയൻ അത്യുത്സാഹത്തോടെ ക്രഫോർഡിനോട് ചോദിച്ചു. ഞങ്ങൾ അവനെ കണ്ടില്ല. ക്രിസ്റ്റഫർ എവിടെ? കരോൾ ആശങ്കയോടെ ഷാൻപിയറെ നോക്കി. അവൻ ഗുഹയിലേക്ക് കയറിപ്പോയി, തിരിച്ചു വന്നില്ല. കരോളിൻ്റെ മുഖത്ത് ചോര വാർന്നു പോയതുപോലെയായിരുന്നു. എന്നിട്ട് നിങ്ങൾ 2 മാന്യന്മാരും കയ്യും കെട്ടി തിരിച്ചു പോന്നു അല്ലേ? കൂടാരത്തിൽ ദുഃഖഭരിതമായ മൂകത. അർണോൾഡ് കൂടുതൽ ആശ്വാസത്തിനു വേണ്ടി പറഞ്ഞു. അവൻ തിരിച്ചു വരും. ഉച്ചതിരിഞ്ഞ് എല്ലാവരും പാറക്കെട്ടിന് മുകളിലെ ഷെൽട്ടറിൽ ഇരിക്കുകയായിരുന്നു. ചതുപ്പിലേക്ക് തന്നെ നോക്കിയിരുന്നു വിൽബട്ടും പെട്ടെന്ന് എഴുന്നേറ്റ് ഉച്ചത്തിൽ വിളിച്ചു പോയി. അതാ വരുന്നു ആ ചെകുത്താൻ! എല്ലാവരും ചാടി എഴുന്നേറ്റ് നോക്കി. കോട്ടൂരി തോളത്തിട്ട് സിഗരറ്റ് പുകച്ച് തോക്ക് പിടിച്ചൊരു മൂളിപ്പാട്ടും പാടി ക്രിസ്റ്റഫർ നടന്നു വരുന്നു. എല്ലാവരും അത്ഭുതവും ആഹ്ലാദവും കൊണ്ട് തുള്ളിച്ചാടാൻ വെമ്പം. ക്രഫോർഡിൻ്റെ മുഖത്ത് പോലും സന്തോഷം കണ്ടു. ക്രിസ്റ്റഫറിന് ഭാവഭേദമൊന്നുമില്ല. അസാധാരണമായി ഒന്നും സംഭവിക്കാത്ത പോലെ അയാൾ കൂടാരത്തിൽ വന്നിരുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അവൻ്റെ കൊട്ടാരത്തിൽ അർണോൾഡ് ചോദിച്ചു. അവിടെ ഞാനൊന്നും കണ്ടില്ല. കുറേ അസ്ഥികഷ്ണങ്ങൾ, ശവം ചീഞ്ഞ നാശം, കിലോമീറ്ററോളം നീളത്തിൽ കടൽവാര വരെ എത്തുന്ന തുരങ്കം, അത്ര തന്നെ. ശരിക്കും ശ്വാസം കിട്ടുന്നില്ലെന്ന് തോന്നിയപ്പോൾ തിരിച്ചു വന്നു. 2 തുരങ്കമുണ്ടായിരുന്നു, ഷാൻപിയർ തുറന്നു. വലതുവശത്തുള്ള തുരങ്കത്തിലൂടെയാണ് ഞാൻ പോയത്. നിന്റെ ഭാഗ്യം. ഷാൻപിയർ അത്രയും പറഞ്ഞു നിർത്തി. കരോൾ ലൈസ ഈ സാഹസികതയ്ക്ക് ക്രിസ്റ്റഫറിനെ കുറേ കുറ്റപ്പെടുത്തി. സാഹസികതയും ധൈര്യവും നല്ലത് തന്നെ, പക്ഷേ മനുഷ്യൻ അതിൻ്റെ പേരിൽ ഇതുപോലെ വിഡ്ഢിവേഷം കിട്ടരുത്. നീ ആ ഫ്രഞ്ചുകാരനെ മാത്രം ഭരിച്ചാൽ മതി, ക്രിസ്റ്റഫർ പരുഷമായി പറഞ്ഞു. കരോൾ പിൻവാങ്ങി. ബ്ലാക്ക് ഡീമൺ ജീവനോടെ ഉണ്ടോ? ഗുഹയിൽ കിടന്ന് ചത്തോ എന്ന സംശയം ബാക്കി നിന്നു. എന്തായാലും അന്ന് രാത്രി ഉറക്കമിളച്ച് കാവലിരിക്കാൻ തന്നെ തീരുമാനിച്ചു. രാത്രി വന്നു കടന്നുപോയി. ബ്ലാക്ക് ഡീമൻ്റെ ശല്യമുണ്ടായിരുന്നു. പിറ്റേന്ന് ജൂലിയൻ ഒരാശയം അവതരിപ്പിച്ചു. നമുക്കൊരു പന്നിയെ വെടിവെച്ച് ചതുപ്പിനരികിൽ കൊണ്ടുപോയി ചെന്നിടാം. നാളെ രാവിലെ അത് കാണുന്നില്ലെങ്കിൽ അവൻ ചത്തു എന്നുറപ്പിക്കാം. അതെവിടെ ഉണ്ടെങ്കിൽ അവൻ ചത്തു എന്നുറപ്പിക്കാം, അല്ലെങ്കിൽ ചത്തില്ലെന്ന്. അതൊരു നല്ല അഭിപ്രായമായി എല്ലാവർക്കും തോന്നി. പകൽ അവർ സങ്കടമായി വേട്ടയ്ക്കിറങ്ങി. ഉച്ചതിരിഞ്ഞപ്പോൾ ഒരു പന്നിയെ വെടിവെക്കാൻ കഴിഞ്ഞു. അവർ അതിനെ വലിച്ചിഴിച്ച് ചതുപ്പിനരികിൽ കൊണ്ടുപോയി നിട്ടു. രാത്രി കടന്നുപോയി. അതിരാവിലെ ചതുപ്പിൽ ചെന്ന് നോക്കി. ചത്ത പന്നി അപ്രത്യക്ഷനായിരിക്കുന്നു. ചതുപ്പിനക്കരെ വന്ന് ഒരു പന്നി എടുത്തു കൊണ്ടുപോകാനുള്ള ആരോഗ്യം അവനുണ്ട്, ഷാൻപിയർ പറഞ്ഞു. ക്യാമ്പിൽ പ്രതീക്ഷ മങ്ങിയതുപോലെയായി.
ബ്ലാക്ക് ഡീമൺ ഇപ്പോഴും ജീവനോടെയും കരുത്തോടെയും ഉണ്ട് എന്ന ബോധം സകലരുടെയും ഉത്സാഹം കെടുത്തി. ഊതി വീർപ്പിച്ച പോലെ ഉള്ളിൽ മരണഭീതി നിറഞ്ഞു. നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഉദ്യോഗജനകമായ അധ്യായങ്ങളിലൂടെയാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ കടന്നു പോവുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കുറിക്കാൻ മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.